ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൻ്റെ ഇന്നലത്തെ വീക്കെൻഡ് റിവ്യൂ ആണ്. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടിരുന്നു ലാലേട്ടൻ അത്യാവശ്യം നല്ല ചൂടിലായിരുന്നു. കാരണം ഹൗസ് മേറ്റ്സിനോട് പല കാര്യത്തിലും വാൺ ചെയ്തിരുന്നു. അത്യാവശ്യം നന്നായിട്ട് ചൂടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് തന്നെ നമ്മൾ കണ്ടത് ഹൈജീൻ്റെ ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ ഇന്നലെ നമ്മളൊരു വീഡിയോ കണ്ടിരുന്നു. ആര്യൻ അടുക്കളയിൽ വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന കത്തി എടുത്തിട്ട് താടി കട്ട് ചെയ്യുന്ന പോലെ. അപ്പോൾ അതെല്ലാം ഒട്ടും ഹൈജീൻ്റെ ഒരു ഇഷ്യൂ ആണ്. കാരണം നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ ചെയ്യാതിരിക്കാം, മേ ബി എനിക്കറിയില്ല. എൻ്റെ അവിടെ അങ്ങനെ ആരും ചെയ്യാറില്ല. പക്ഷേ ഇപ്പോൾ ഇൻ കേസ് ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ ബിഗ് ബോസ് പോലെ ഇത്രയും പേരുള്ള ആൾക്കാർ താമസിക്കുന്ന ഒരു വീട്ടിൽ ഇങ്ങനെ കത്തി കൊണ്ട് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ അത് കുറച്ച് ഹൈജീൻ്റെ ഒരു കുറവാണ്. കാരണം ഒബ്വിയസ്ലി അവിടെ എല്ലാ കാര്യത്തിനും ഈ ചെറിയ ഫൈറ്റും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് പോലും ഇതാരും കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് വലിയൊരു ഇഷ്യൂ അവിടെ ആയേനെ. അപ്പോൾ ഇതുപോലെ കുറേ ഹൈജീൻ്റെ കാര്യത്തിൽ അവിടെ ലാലേട്ടൻ പറഞ്ഞിരുന്നു. എന്നിട്ട് ലാലേട്ടൻ വീട്ടിനകത്ത് കയറിയിട്ട് എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, വൃത്തിക്കാണോ എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടിരുന്നു ഹൈജീൻ്റെ ഒരു ഇഷ്യൂ. എല്ലാവരും എന്താ പറയുക, വാഷ്റൂം ക്ലീൻ അല്ല, അതുപോലെ അടുക്കള ക്ലീൻ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു ഇഷ്യൂ പല സ്ഥലത്തും പല എപ്പിസോഡ്സിലും നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് മെയിനായിട്ട് ഇന്നലെ ലാലേട്ടൻ പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അക്ബർ, അതേപോലെ അപ്പാനി ശരത്ത്, അഭിലാഷ്, ഒനീൽ ഇവരെല്ലാം യൂസ് ചെയ്യുന്ന ലാംഗ്വേജും അതേപോലെ ഇവരുടെ ആ ഒരു ടെമ്പറും ഇവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു കാര്യത്തിന് പോലും ഭയങ്കര ചൂടായി ബിഹേവ് ചെയ്യുക, അതിനൊക്കെ കുറിച്ചിട്ട് ലാലേട്ടൻ അത്യാവശ്യം നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച തന്നെ കണ്ടു, ഇപ്പോൾ ഒനീലും റന ഫാത്തിമയും അതേപോലെ അക്ബറും അനുമോളും ഇവർ തമ്മിലുള്ള ഫൈറ്റ്സിൻ്റെ സമയത്ത് ഇവരുടെ ഭാഗത്തുനിന്ന് വരുന്ന ആ വാക്കുകൾ, ബാഡ് വേർഡ്സ് അത്യാവശ്യം അതും 1-2 തവണയൊന്നും അത് റിപ്പീറ്റ് ആയിട്ടാണ് ഇവർ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ. അപ്പോൾ അതിനെല്ലാം കുറിച്ചിട്ട് അത്യാവശ്യം നന്നായിട്ട് ലാലേട്ടൻ ചൂടാവുന്നതും വാൺ ചെയ്യുന്നതുണ്ട്. കാരണം ഇവർക്ക് പബ്ലിക്കിൻ്റെ ചില ഒപ്പീനിയൻ വീഡിയോസ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് വേറൊരു സീസണിലൊന്നും അതുപോലെ കാട്ടിക്കൊടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് മലയാളം ബിഗ് ബോസിൽ ഇങ്ങനെ കാട്ടിക്കൊടുക്കുന്നത്. പിന്നെ അത് പോരാണ്ട് അക്ബറിൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ച് അക്ബറോട് ഇങ്ങനെ പറയുന്നുണ്ട് എന്തിനിങ്ങനെ ചൂടായി സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഇവർക്ക് കൊടുക്കുന്ന ചില ക്ലൂസാണ്. കാരണം ഇനി കുറച്ചും കൂടി ഇവർ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട്. കാരണം എന്താ പറയുക, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇവർക്ക് ഇവരുടെ ബിഹേവിയർ, ചൂടും ആ ഒരു ഇതെല്ലാം കുറച്ചും കൂടെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഒരു പബ്ലിക് ഇമേജ് എന്താണ് ഇവരെ കുറിച്ചിട്ട് എന്നുള്ളത് ചെറിയൊരു ധാരണ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവർ നെക്സ്റ്റ് വീക്ക് മുതൽ ഇവരുടെ ഈ ചൂടും ഇതെല്ലാം കുറച്ച് കൺട്രോൾ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം അതിനായിരിക്കാം മേ ബി ഇവരിങ്ങനെ കൊടുത്തിട്ടുണ്ടാവുക. പിന്നെ നമ്മൾ വേറൊന്ന് കണ്ടത് ഈ പറഞ്ഞ പോലെ എലിമിനേഷനാണ്. അത് പെട്ടെന്ന് ഒരു അത്രയും വലിയൊരു ഡ്രാമാറ്റിക് അങ്ങനെ നീട്ടി വലിക്കാണ്ട് പെട്ടെന്ന് തന്നെ എലിമിനേഷൻ നടന്നു. സരികയായിരുന്നു പോയത്, നമ്മളെല്ലാവരും കണ്ടു. അപ്പോൾ ഞാൻ ചെറുതായിട്ട് എക്സ്പെക്റ്റ് ചെയ്തിരുന്നു സരികയായിരിക്കും മോസ്റ്റ്ലി പോകുക എന്നുള്ളത്. കാരണം സരിക വീട്ടിൽ അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട് എങ്കിലും ടാസ്കിൻ്റെ സ്ഥലത്ത് സരികയുടെ ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷനൊന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം മേ ബി ആ ഒരു റീസണിലായിരിക്കാം ഓഡിയൻസ് ആണെങ്കിലും വോട്ട് കുറച്ച് ചെയ്യുന്നതും എല്ലാം. അപ്പം സരിക പോകുന്നുള്ളത് എനിക്ക് കഴിഞ്ഞ വീക്ക് മുതലേ ചെറിയൊരു ഇത് ഉണ്ടായിരുന്നു. കാരണം അത്ര നാൾ നിൽക്കാൻ ചാൻസ് ഇല്ലാത്തൊരു കണ്ടസ്റ്റൻ്റാണ് സരിക എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിരുന്നു. പിന്നെ ഒരാളും കൂടെ പോകുമെന്ന് ലാലേട്ടൻ പറഞ്ഞിരുന്നു. മോസ്റ്റ്ലി ഇന്നായിരിക്കും ഒരാൾ പോവുക. അത് നമ്മൾ പ്രൊമോയിലും കണ്ടിരുന്നു ഒരാൾ പോകുന്നുള്ളത്. എനിക്ക് തോന്നുന്നു, ഞാൻ ഇൻസ്റ്റയിൽ ചില പോസ്റ്റ് എല്ലാം കണ്ടു ഷാരികയാണ് പോകുക എന്നുള്ളത്. അറിയില്ല എത്രത്തോളം ശരിയാവും എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും ആരാ പോവുക എന്നുള്ളത്. പിന്നെ നമ്മൾ വേറൊന്ന് കണ്ടത് എന്താ പറയുക, ലാലേട്ടൻ നടന്ന എല്ലാ ടാസ്കിനെ കുറിച്ചിട്ടെല്ലാം ഇങ്ങനെ കണ്ടസ്റ്റൻസിനോട് പറയുന്നുണ്ട്, നിങ്ങൾ അവർ നന്നായി ചെയ്തോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ അതിനകത്ത് മെയിനായിട്ടൊരു ടാസ്ക് ലാലേട്ടൻ ഈ പറഞ്ഞ പോലെ തന്നെ ത്യാഗികളുടെ ടാസ്ക്കാണ്. ആതിരി നൂറിയും കൂടെ പറയുന്നത് ഫാമിലി മതി, പോയിൻറ്റ്സ് വേണ്ട എന്നുള്ളത്. അത് ലാലേട്ടനും പറഞ്ഞിരുന്നു. കാരണം ഫാമിലി റൗണ്ട് വരുന്നത് 11th and 12th വീക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തിനാ ഇപ്പോഴേ അത് വന്നാൽ മതി, പോയിൻറ്റ്സ് വേണ്ട എന്ന് പറഞ്ഞുള്ള കാര്യം അത് കറക്റ്റാണ്. കാരണം ഇവർ സരികയുടെ പേര് പറഞ്ഞു, സരിക ഇന്നലെ പോവുകയും ചെയ്തു. അപ്പോൾ ഇതുപോലെ തന്നെ 11th and 12th വീക്കാകുമ്പോഴേക്കും ഇവർ പറഞ്ഞ 3 പേരും പോയിട്ടുണ്ടെങ്കിൽ പോവാൻ ചാൻസ് ഉണ്ടാവാതിരിക്കാം. ഒരാൾ ഓൾറെഡി പോയി. പക്ഷെ ആ ഒരു കാരണം വെച്ചിട്ട് ഇവർക്ക് 750 പോയിൻറ്റ്സ് പോയി. ശരിക്കും ഇവർ കുറച്ചും കൂടെ ഇതായിട്ട് കളിക്കണമായിരുന്നു. അത് ലാലേട്ടനും പറഞ്ഞു ഇവരോട്. പിന്നെ പറഞ്ഞത് ധൈര്യശാലിയുടെ ടാസ്ക്കാണ്.
അത് ബിഗ് ബോസ് ഇവർക്ക് എന്താ പറയുക, ഇവരെ കൊണ്ട് എന്തായാലും ചെയ്യിപ്പിക്കാൻ ചാൻസ് ഇല്ല. കാരണം ഇവർക്ക് വേറൊരു ഇത് അവിടെ കൊടുത്തിരുന്നു, ഒരു ബോക്സ് പോലെ. അത് അവർ തുറന്നു നോക്കിയില്ല. അത് അവരുടെ ഒരു മിസ്റ്റേക്കാണ്. പിന്നെ അത് മാത്രമല്ല, അനീഷ് അതിൽ നന്നായിട്ട് കളിച്ചു എന്ന് ലാലേട്ടൻ പറഞ്ഞു. കാരണം എന്താണെങ്കിലും ബിഗ് ബോസ് ഇങ്ങനെ ഒരു ടാസ്ക് കൊടുക്കില്ല, ഇങ്ങനെ ആ സീസൺ തീരുന്നത് വരെ മിണ്ടാതിരിക്കുക എന്നുള്ളത്. പക്ഷെ അനീഷ് ബുദ്ധിപൂർവ്വം അനീഷിൻ്റെ ആ ഒരു ഗെയിമർ എന്താ പറയുക, അത്യാവശ്യം നന്നായിട്ട് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. ബാക്കി രണ്ടുപേരും അത്രയും അങ്ങോട്ട് ചിന്തിക്കാണ്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ശരിക്കും അവർ ആ ബോക്സ് തുറന്ന് നോക്കണമായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ലാലേട്ടൻ അത്യാവശ്യം നന്നായിട്ട് എല്ലാവരോടും ചീത്ത പറയലും അതുപോലെ അവരുടെ ബിഹേവിയർ, അവരുടെ ഹൈജീൻ, എല്ലാ കാര്യത്തിനെയും കുറിച്ചിട്ട് പറയുന്നുണ്ട്, ടാസ്ക് ആണെങ്കിലും. അപ്പോൾ ഇതെല്ലാം എനിക്ക് തോന്നുന്നു ചെറിയ ചെറിയ ഹിൻസ് മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവാം. കാരണം അവരവരുടെ ഗെയിം പ്ലാൻ ചേഞ്ച് ചെയ്യണം, കുറച്ചും കൂടെ ലാംഗ്വേജ് ഒന്ന് മാറ്റണം എന്നൊക്കെ. കാരണം അഭിലാഷ് ഒരു വീക്ക് മുന്നേ തന്നെ ലാലേട്ടൻ പറഞ്ഞിരുന്നതാണ്, അഭിലാഷ് ഫസ്റ്റ് വീക്ക് നന്നായിരുന്നു, സെക്കൻഡ് വീക്ക് ആകുമ്പോഴേക്കും കുറച്ച് എന്താ പറയുക, ഫസ്റ്റ് വീക്ക് അത്യാവശ്യം നന്നായി ചൂടായ ആളായിരുന്നു. സെക്കൻഡ് വീക്ക് ആകുമ്പോഴേക്കും കുറച്ച് മാറി, ആളുടെ ക്യാരക്ടർ മാറി, നന്നായി കാമായി. പക്ഷേ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു പണ്ടത്തെ പോലെ തന്നെയാണ്, എല്ലാ ചെറിയ ചെറിയ കാര്യത്തിനും അത്യാവശ്യം നന്നായി ഷൗട്ടും കാര്യങ്ങളും. അപ്പോൾ എല്ലാത്തിനെയും കുറിച്ചിട്ട് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും കൊടുക്കുന്നൊരു ഹിൻ്റാണ്. ഇതനുസരിച്ച് അവർ അവരുടെ ഗെയിം പ്ലാനിങ്ങും അവരുടെ ആ ഒരു സ്വഭാവവും അവരുടെ ബിഹേവിയർ എല്ലാം മാറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്ക് തന്നെയായിരിക്കും നല്ലത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കാം മേ ബി ലാലേട്ടൻ ഇതെല്ലാം കൂടി അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് കണ്ടത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം ആരായിരിക്കും ഔട്ട് ആവുക എന്നൊക്കെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ.